ഹായ് ഡിയർ മക്കളെ നമ്മുടെ റാപ്പിഡ് റിവിഷൻ്റെ പാർട്ട് 6ലേക്ക് കടന്നിരിക്കുകയാണ്. ആറാമത്തെ പാർട്ട്. കുറച്ച് പാർട്ട് ഇനി കൂടുതലായിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം. കുറേ കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, വെറും 15 ദിവസത്തിലടുത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി മാത്സിൻ്റെ സേ എക്സാമിനുള്ളത് സ്വന്തമായിട്ട് പഠിക്കുക. നമ്മുടെ പുതിയൊരു ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, റാപ്പിഡ് സേ ബാച്ച്. മക്കളെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. 15 ദിവസം കിടിലിനായിട്ട് പഠിക്കാൻ പറ്റിയ ബാച്ചാണ്. സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം, കിടിലിനായിട്ട് പഠിക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ ഈ റിവിഷൻ സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിറ്റർമിനൻസിനെ പറ്റിയാണ്. ഡിറ്റർമിനൻസ് ഓഫ് ഓർഡർ 2. ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് നമ്മൾ മെട്രിക്സ് ചാപ്റ്റർ കിടിലിനായിട്ട് പഠിച്ചല്ലേ. 5 പാർട്ട് കൊണ്ട് മെട്രിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം പഠിച്ചു. ഇനി നമ്മൾ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കാൻ പോകണം കേട്ടോ. മക്കൾ, ഇതിൻ്റെ അന്ന് 6 മാർക്കിൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. സോ 6 മാർക്കിൻ്റെ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ പാർട്ടായിട്ട് പഠിപ്പിച്ച് നിങ്ങൾ കിടിലിനാക്കി തരാം. ആദ്യം, എന്താണ് ഡിറ്റർമിനൻറ്റ്? നമ്മൾ മെട്രിക്സ് ഇങ്ങനെയാണ് എഴുതണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഇതിങ്ങനെ 2 വരയിട്ട് അതിൻ്റെ അകത്ത് കുറേ എലമെൻറ്റ്സ് ഇങ്ങനെ എഴുതും. ഇനി ഓർഡർ 2 എന്ന് പറഞ്ഞാൽ 2/2 ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. മക്കൾ, ഇങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഡയഗണൽ അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡയഗണൽ നമ്മൾ ഇൻഡ്യൂ ചെയ്യുക, മൈനസ് പിന്നെ ഈ ഡയഗണൽ നമ്മൾ ഇൻഡ്യൂ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? A × D. ഇതിനൊരു ആൻസർ വരും. എങ്ങനെയാണ് മക്കൾ ആൻസർ? A × D. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ബ്രാക്കറ്റിനകത്ത് A × D മൈനസ് ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് B × C. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത്രയുള്ള പരിപാടി. എന്താണ്? ഈ ഡയഗണൽ നമ്മൾ ഇൻറ്റു ചെയ്യുക, മൈനസ് ഇടുക, ഈ ഡയഗണൽ നമ്മൾ ഇൻറ്റു ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ കൺസെപ്റ്റാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആകും കേട്ടോ. മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവാലുവേറ്റ് ഈ ഡിറ്റർമിനൻറ്റ് 2, 4, -5, -1 എങ്ങനെ ചെയ്യാം? നിങ്ങളുടെ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കൈ പിടിക്കുക. നമ്മൾ ഒരുമിച്ച് പഠിച്ചു പോവാണേ. സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ എഴുതാം. മക്കളെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 2 × -1. സോ 2 × -1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൈനസ്, എപ്പോഴും മൈനസ് ആണ് ഇടേണ്ടത്. മൈനസ്, ആദ്യം ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തു. എപ്പോഴും മാറിപ്പോലെ ആദ്യം ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാവുള്ളൂ. മൈനസ് ഇടുക. പിന്നെ ഇത് തമ്മിൽ 4 × -5. 4 × -5. ഞാനിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് പഠിപ്പിച്ച് വേറൊന്നുമല്ല. കാൽക്കുലേറ്റർ എടുക്കുക. നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക മക്കളെ. സോ ഈ കാൽക്കുലേറ്ററിനകത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ ബ്രാക്കറ്റൊക്കെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കിട്ടും. തെറ്റായിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തോ. കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. കാൽക്കുലേറ്ററിനകത്ത് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. 2 × -1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മൈനസ് വീണ്ടും ബ്രാക്കറ്റിനകത്ത് 4 × -5. മക്കളെ, എനിക്കറിയാം നിങ്ങൾ കുട്ടികൾ, എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിച്ച് കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഈ പ്ലസും മൈനസും ഒക്കെ വരുമ്പോഴുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങളുടെ ആൻസർ കിട്ടും 18. ഓക്കെ, എത്ര കിട്ടും? 18 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ്? 2 + 20 എന്ന് കിട്ടും. 2 - 20 എന്ന് കിട്ടും. -2 + 20 എന്ന് കിട്ടും. സോ 18 നിങ്ങളുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. അത് കാൽക്കുലേറ്ററിനകത്ത് കറക്റ്റായിട്ട് കിട്ടും. അത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിനകത്ത് ഈ സാധനം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഉത്തരം കിട്ടിക്കോളും. തെറ്റത്തില്ല, ഒരിക്കലും തരത്തില്ല. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. മക്കളെ, വീഡിയോ പോസ് ആക്കിയിട്ട് എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കിക്കടാ. എൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കും. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി? വീഡിയോ പോസ് ആക്കിയിട്ട് എഴുതിയ മക്കൾക്ക് കറക്റ്റ് ആൻസർ കിട്ടി കാണും. 2 × 2 അല്ലേടാ. ബ്രാക്കറ്റ് ഇട്ടു. 2 × 2 സിമ്പിൾ കൺസെപ്റ്റാണ്. മൈനസ് ഇട്ടു. വീണ്ടും ബ്രാക്കറ്റിനകത്ത് 4 × -1. സോ എത്ര കിട്ടിക്കാണും? 4 + 4 8 കിട്ടിക്കാണും അല്ലേടാ. ഞാൻ ഈ ബ്രാക്കറ്റ് ഇടാൻ പറയണത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്കറിയാം ഈ 2 മൈനസൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിച്ച് കളയാൻ ചാൻസ് ഉണ്ട്. സോ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് 8 കിട്ടിയല്ലേടാ. യെസ്, കൊള്ളാം. അങ്ങനെയാണ് മക്കളെ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഇഫ് A = A എന്ന് പറഞ്ഞ ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ A എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ് കേട്ടോ മക്കളെ. ഡിറ്റർമിനൻ്റ് അല്ല, മെട്രിക്സ് ആണ്. ക്വസ്റ്റ്യൻ മെട്രിക്സിലായിരുന്നു. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ മെട്രിക്സുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഷോ ദാറ്റ്, തെളിയിക്കണം. എന്താണ് തെളിയിക്കേണ്ടത്? ഡിറ്റർമിനൻറ്റ് 2A 4 × ഡിറ്റർമിനൻ്റ് A ഈക്വൽ ആണെന്ന് തെളിയിക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഷോ ദാറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് അല്ലേ, LHS. ഇത് നമ്മുടെ റൈറ്റ് സൈഡ് RHS. രണ്ടും നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നല്ല കിഡിലിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യാം മക്കളെ?
ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കുന്നു. സോ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും LHS RHS നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, പിന്നെ RHS രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നോക്കി സെയിം ആണോ നമുക്ക് നോക്കാം. യെസ്. ആദ്യം നമുക്ക് വേണ്ട എന്താടാ, 2a ഡിറ്റർമിനൻറ്റ് വേണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 2a വേണം. 2a വേണം മക്കളെ. ഇവിടെ a നമുക്ക് തന്നിട്ടുണ്ട് അല്ലേടാ മെട്രിക്സ്. അപ്പോൾ 2a ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്യണം, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് 2a. സിമ്പിൾ പരിപാടി അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, ഇതിനെല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ 2 × 2 4, പിന്നെ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. യെസ്, 2 4 8 4 എന്ന് കിട്ടി. 2a കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഡിറ്റർമിനൻറ്റ് 2a ആണ്. സോ നമുക്ക് ഡിറ്റർമിനൻറ്റ് 2a. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2 4 8 4 ഇത് നമുക്കറിയാലോ. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എങ്ങനെയാണ്, നമ്മൾ ഈക്വൽ ടു ഇട്ടു, ബ്രാക്കറ്റിനകത്ത് 2 × 4 2 × 4 മൈനസ് 4 × 8 4 × 8 എത്ര കിട്ടിയടാ, 8 മൈനസ് 32. സോ -24 എന്ന് കിട്ടിക്കാണും നിങ്ങൾക്ക് ആൻസർ. -24 എന്ന് ആൻസർ കിട്ടിക്കാണും. ഓക്കെ അല്ലേടാ, -24 എന്ന് കിട്ടി. സോ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയ ആൻസർ. ഇതേപോലെ റൈറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അവിടെ എന്താണ്, 4 × ഡിറ്റർമിനൻറ്റ് എയിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്ന സംഭവം ഇതാണല്ലോ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതിക്കടാ. 1 2 4 2 ചെയ്യാൻ അറിയാലോ. ഇതേ ഇൻറ്റു ഇത് 1 × 2 മൈനസ് ഇതേ ഇൻറ്റു ഇത് 2 × 4. സോ ആൻസർ എന്ത് കിട്ടും, ഇത് 2 മൈനസ് 8. സോ -6 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. കഴിഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 × ഡിറ്റർമിനൻറ്റ് എ ആണ്. സോ നമുക്ക് 4 × ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കാം. 4 × ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ 4 × ഡിറ്റർമിനൻറ്റ് എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാടാ, -6. സോ 4 × -6 -24. എന്ത് കിട്ടിയടാ, ലെഫ്റ്റ് സൈഡ് -24, റൈറ്റ് സൈഡ് -24. അപ്പോൾ LHS = RHS, ഹെൻസ് പ്രൂവ്ഡ് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. നമ്മൾ തെളിയിച്ചു, ഷോ ദാറ്റ് എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എഴുതി വയ്ക്കാം LHS = RHS. LHSഉം RHSഉം സെയിം ആണ്. വേണമെങ്കിൽ എഴുതാം ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ചെയ്തു. യെസ്, ഇത്ര എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടിക്കോളും. കിടിലിനൊരു ക്വസ്റ്റ്യൻ ആണ്, കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് ഓർഡർ 3യിലേക്ക് കടക്കാം. 3/3 ഡിറ്റർമിനൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? 2/2 പഠിച്ചിട്ടുണ്ടെങ്കിൽ 3/3 അതേപോലെ തന്നെ പഠിക്കാം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം മക്കളെ. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റിനകത്ത് മസ്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം കേട്ടോ. മക്കൾ ആദ്യം നിങ്ങളെ പഠിപ്പിക്കുന്നത് എപ്പോഴും ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആദ്യമേ തലയിലേക്ക് കയറ്റേണ്ട കാര്യമാണ്. ഇവിടെ പ്ലസ് ഇടുക, ഇവിടെ മൈനസ് ഇടുക, ഇവിടെ പ്ലസ് ഇടുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഡിറ്റർമിനൻറ്റ് മോളിൽ ഇങ്ങനെ പ്ലസ് മൈനസ് പ്ലസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പും ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ചെയ്യേണ്ടത് പ്ലസ് ആണ്. സോ പ്ലസ് നമ്മൾ ആദ്യം ഇടണമെന്നില്ല. 1 ആദ്യം 1 അല്ലേ നമ്പർ. സോ 1, പിന്നെ ഡിറ്റർമിനൻറ്റ് താഴത്തേക്ക് എഴുതാം. ഓക്കെ, 1 ഡിറ്റർമിനൻറ്റ്, പിന്നെ ഈ നമ്പർ മൈനസ് ഇട്ടിട്ട് ഈ നമ്പർ എഴുതുക. മൈനസ് ഇട്ടിട്ട് അവിടുത്തെ നമ്പർ 2 ഡിറ്റർമിനൻറ്റ്, പ്ലസ് ഇട്ടിട്ട് ഇവിടുത്തെ നമ്പർ 4 +4. ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഡിറ്റർമിനൻ്റ് ആണ്. നമ്മുടെ 2/2 ഡിറ്റർമിനൻ്റ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. ആദ്യം +1 ആണ്. സോ +1. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ -1 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം പ്ലസ് ഇങ്ങനെ ചുമ്മാ ഇടാറില്ല, അതുകൊണ്ടാണ് 1 എഴുതിയത്. ഈ റോയും കോളം ഒഴിവാക്കിക്കുക മക്കൾ. ഈ 1 ആണ് എഴുതിയിരിക്കണമെങ്കിൽ ആ 1 ഉൾപ്പെടുന്ന റോ ഒഴിവാക്കുക, കോളം ഒഴിവാക്കുക. സോ ആ 1 ഇരിക്കുന്ന റോ ഒഴിവാക്കി, ആ 1 ഇരിക്കുന്ന കോളം ഒഴിവാക്കി. ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ 2/2 ഡിറ്റർമിനൻ്റ്. എന്താടാ, 3 0 1 0. അതങ്ങ് എടുത്തെഴുത്. 3 0 1 0. നല്ല രസമുള്ള പരിപാടിയാണ്. നെക്സ്റ്റ് ഈ 2 ഇരിക്കുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ നമുക്ക് അടുത്ത ഒരു 2/2 ഡിറ്റർമിനൻ്റ് കിട്ടും. എന്ത് കിട്ടും? -1 0 4 0.
-1 0 4 0. ഓക്കെ, കിടിലനായിട്ട് മനസ്സിലായി. അടുത്ത ഈ 4 ഉൾപ്പെടുന്ന കോളം ഒഴിവാക്കുക, റോ ഒഴിവാക്കുക. -1 3 4 1 -1 3 4 1. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഡിറ്റർമിനൻ്റ് നമ്മളിപ്പോൾ എടുക്കാൻ പഠിച്ചില്ലേടാ 2/2ൻ്റെ. സോ അത് അതേപോലെ എടുത്ത് 1 ഇൻറ്റു, മക്കളെ ഈ സംഭവം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കടാ. 3 ഇൻറ്റു 0 ബ്രാക്കറ്റ് ഇടുക, കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി, എഴുതണമെന്നില്ല. 3 ഇൻറ്റു 0 മൈനസ് 0 ഇൻറ്റു 1. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എത്ര കിട്ടും ഇത്? 0 മൈനസ് 0 0 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുക, കാൽക്കുലേറ്റർ അടിച്ച് കിട്ടിയ ആ ആൻസറിലേടാ അതിവിടെ ഇങ്ങനെ ഇടുക. ഞാൻ പറയുന്ന പോലെ ചെയ്യണം മക്കളെ, ഞാൻ പറയുന്ന പോലെ ചെയ്യും. അടുത്ത് ഈ -2 അടിച്ചു ബ്രാക്കറ്റിനകത്ത്. ഈ ബ്രാക്കറ്റിൽ അടിക്കേണ്ട സംഭവം നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ മതി. എന്താടാ? -1 ഇൻറ്റു 0 ബ്രാക്കറ്റ് ഇട്ടു, -1 ഇൻറ്റു 0 മൈനസ് 0 ഇൻറ്റു 4. എത്ര ഇട്ടൂടാ? അതും 0. യെസ്. നെക്സ്റ്റ് +4 അടിച്ചു, 4 എഴുതി. കാൽക്കുലേറ്റർ ചെയ്യേണ്ടത് എന്താണ്? -1 ഇൻറ്റു 1 -1 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 4. അപ്പോൾ അത് -1 മൈനസ് 12 കിട്ടും. സോ -1 മൈനസ് 12 -13 എന്ന് കിട്ടും. ഓക്കെ, അവിടം വരെ സെറ്റാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മക്കളെ, കാൽക്കുലേറ്റർ എടുത്തിട്ട് ഈ ഒരു സാധനം അതേപോലെ തന്നെ അടിച്ചു കൊടുത്തേടാ. അതേപോലെ 1 ഇടുക, ബ്രാക്കറ്റ് ഇടുക, 0 അടിക്കുക. അതെ, 1 ബ്രാക്കറ്റ് 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, -2 ബ്രാക്കറ്റിനകത്ത് 0 -2 ബ്രാക്കറ്റിനകത്ത് 0. യെസ്. +4 ബ്രാക്കറ്റിനകത്ത് -13 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഈക്വൽ ടു അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും -52. എടീ കാൽക്കുലേറ്റർ കൈ പിടിച്ചാൽ പോരാ, അതിനകത്ത് എല്ലാം മാക്സിമം ചെയ്യാനായിട്ട് പഠിക്കണം കാര്യങ്ങൾ. -52 നമ്മുടെ ഫൈനൽ ആൻസർ. നമ്മുടെ ഫൈനൽ ആൻസർ -52 കിട്ടും. അതാണ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം മക്കളെ. വീഡിയോയുടെ ലെങ്ത് ഇല്ല, കുഴപ്പമില്ല, 10-12 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മക്കൾ നോക്കിയേ, ഇതിനെങ്ങനെ ചെയ്യാം ആദ്യമേ മനസ്സിലാക്കണം. ഇവിടെ പ്ലസ്, ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണോടാ? -30410. ഓ, ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണല്ലോടാ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, എന്നാൽ ഇത് ചെയ്യാം. 3 - 4 5 1 1 -2 2 3 1. ഇതെങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യാം നമുക്ക്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ഓർക്കുക. പ്ലസ് മൈനസ് പ്ലസ് ഓർക്കുക. ഓക്കെ അല്ലേ? പ്ലസ് മൈനസ് പ്ലസ്. ഇനി നമുക്ക് ഓരോന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ആദ്യം പ്ലസ്, സോ ഇവിടെ 3 ഡിറ്റർമിനൻറ്റ്. അടുത്ത മൈനസ് അടിച്ചിട്ടതേ മൈനസ് ആണ് നമുക്ക് വേണ്ടത്. ഇക്വേഷനകത്ത് മൈനസ്, പിന്നെ ഒരു -4 ഉണ്ട്. സോ -4. പിന്നെ +5 ചെയ്യാലോ. ഇത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. 1 -2 3 1 1 -2 3 1. അടുത്ത് ഇതങ്ങ് ഒഴിവാക്കുക. 1 -2 2 1 1 -2 2 1. അടുത്തത് ഇതങ്ങ് ഒഴിവാക്കുക. 1 1 2 3. യെസ്. ഇനി കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തോ. 1 ഇൻറ്റു 1 -2 ഇൻറ്റു 3. സോ അത് -6. നിങ്ങൾ ചെയ്തോ കേട്ടോ, നിങ്ങൾ ബാക്കി ചെയ്തോ. എന്ത് കിട്ടും? അത് -6. അപ്പോൾ +6 7 കിട്ടും അല്ലേടാ? യെസ്. -4 അത് അങ്ങനെ തന്നെ അടിച്ചോ, നോ പ്രോബ്ലം. വേണേൽ അത് മൈനസ് പ്ലസ് ആകും, പക്ഷെ അങ്ങനെ തന്നെ എഴുതിയാലും നോ പ്രോബ്ലം. 1 ഇൻറ്റു 1 1 -2 ഇൻറ്റു 2 -4. സോ +4 5 കിട്ടും അല്ലേ? +5 ഇൻറ്റു എന്ത് ചെയ്യടാ? 1 ഇൻറ്റു 3 3 -1 ഇൻറ്റു 2 2. യെസ് 1. ഇതേപോലെ കാൽക്കുലേറ്റ് ചോദിക്കുക. ഇതേപോലെ തന്നെ മക്കൾ ഇത് അടിക്കുമ്പോൾ അതേപോലെ തന്നെ 3 ബ്രാക്കറ്റിനകത്ത് 7 മൈനസ് അടിച്ചു, വീണ്ടും ഒരു മൈനസ് അടിച്ചു 4. അങ്ങനെ അടിച്ചാലും നോ പ്രോബ്ലം കേട്ടോ. ബ്രാക്കറ്റിൽ 5, പിന്നെ പ്ലസ് ബ്രാക്കറ്റ് പ്ലസ് കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് 1. സോ ആൻസർ 46 എന്ന് കിട്ടും. കറക്റ്റായിട്ട് നമുക്ക് ആൻസർ 46 എന്ന് കിട്ടും. ഇത്രയുള്ള മക്കളെ, ഇതാണ് നമ്മുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള പരിപാടി. അപ്പോൾ 2/2 ഡിറ്റർമിനൻറ്റും 3/3 ഡിറ്റർമിനൻറ്റും കണ്ടുപിടിക്കാനുള്ള കാര്യം പഠിച്ചല്ലോടാ മക്കളെ? പഠിച്ചല്ലോ.
അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം, നിങ്ങൾ ചെയ്ത് നോക്കണേ. അതിൻ്റെ ഓരോന്നിൻ്റെ ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ മക്കളെ. ഓക്കെ ഓക്കേ കറക്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി മക്കളെ. ഓക്കെ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോന്നിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓക്കെ. ഒന്നാമത്തത് 2, 4, 5, 1 2/2 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. 3/3 ആണേ. -3 -1 -2 0 0 -1 3 -5 0. ഓക്കെ, രണ്ടെണ്ണമായി. തേർഡ് 3 -4 5 1 1 -2 2 3 1. ഓക്കെ ഓക്കെ 3. നാലാമത്തത് 0 1 2 -1 0 -3 -2 3 0. നാലെണ്ണമായി, ഒരെണ്ണം കൂടെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 2 -1 -2 0 2 -1 3 -5 0. മക്കളെ, ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. 1 2 3 4 5 ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരുവാണ് മക്കളെ. ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ട് 1 2 3 4 5 എന്നുള്ള രീതിയിൽ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് കിട്ടുന്ന മക്കളെ, കറക്റ്റായിട്ട് കിട്ടുന്നവരൊന്ന് ബാക്കിയുള്ളവരോട് പറയുക ഇത് കറക്റ്റ് ആണെന്നുള്ളത് കേട്ടോ. ചിലപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പരസ്പരം ഹെൽപ്പ് ചെയ്ത് നമുക്ക് പോകാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നിങ്ങളെ ചെയ്യിപ്പിച്ചു, നിങ്ങളെ കൊണ്ട് വർക്കും ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യും. നിങ്ങൾ കൂടുതൽ പേര്, ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ പേര് വീഡിയോസ് കാണുവാണെങ്കിൽ മക്കളെ ഞാൻ കൂടുതൽ വീഡിയോസായിട്ട് വരാമെന്ന് ഞാൻ പറയുന്നു. അതേപോലെ നമ്മുടെ പുതിയ ബാച്ച് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 8-ാം തീയതിയാണ്. ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇങ്ങനെ തന്നെയാണ് ഞാൻ ബാച്ചിലും പഠിപ്പിക്കുന്നത്. കാര്യം പഠിപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഹോംവർക്ക് തരും. ഹോംവർക്ക് എഴുതിയിട്ട് അതിൻ്റെ ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ആപ്പിലൂടെ നമ്മുടെ ക്ലാസ്സുകൾ നൽകുന്നത്. താല്പര്യമുള്ളവർക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. സമയം കളയരുത് മക്കളെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഇതുവരേക്കും ബൈ.